അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ പാർട്ടി നേതൃത്വത്തിൻ്റെ എന്നോട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രതികരിച്ചതിന് ശേഷം എന്നോട് അഭിപ്രായം ചോദിച്ചിരുന്നു. ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു. ആ നിലപാട് ശരിയാണെന്ന് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട്. സഭയുമായിട്ടപ്പോൾ നേരിട്ടൊരു പോരിനിറങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് എന്തിനാ ഈ സഭയെന്ന് പറയുന്നത്? സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ തിരുശരീരമാണ് സഭ. അതിൽ ഞാനുമുണ്ട്. ഞാൻ എനിക്കെതിരെ സംസാരിക്കാൻ പറ്റുമോ? സഭയെന്ന് പറയാതെ ദീപികയുമല്ല, ദീപികയ്ക്കകത്ത് ചില വ്യക്തികൾ, ദീപികയുടെ ഇൻവെസ്റ്റേഴ്സ് ആരാണ് എനിക്കറിയാൻ താല്പര്യമുണ്ട്. കാരണം എൻ്റെ മുഖപത്രമല്ലേ, എൻ്റെ സഭയുടെ മുഖപത്രമാണെങ്കിൽ എനിക്ക് അതിന്റെ ഇൻവെസ്റ്റേഴ്സ് ആരാന്ന് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സ് ആരാണ്, അവരുടെ മോട്ടീവ്സ് എന്തൊക്കെയാണ്, അവരുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇത് സഭാപിതാക്കന്മാർ പഠിക്കണം. എന്നിട്ട് ഇവരുടെ വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, അവരുടെ എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്? ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് വലിയ ദാരിദ്ര്യമൊന്നുമില്ല. ഇമാരെയൊക്കെ കാശ് കൊടുത്ത് പിരിച്ചു വിടണമെന്നേ. എന്നിട്ട് അന്തസ്സായിട്ട് സഭ BJPക്കെതിരെയോ കോൺഗ്രസിനെതിരെയോ ആർക്കെതിരെയും പറയട്ടെ, സഭയുടെ വിശ്വാസത്തിനൊപ്പം നിൽക്കട്ടെ, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്നേ. അല്ല, അവിടെ ഞാൻ പറയാ ദീപിക നിലപാട് പറഞ്ഞുകൊണ്ടിരുന്നോട്ടെ, നമുക്ക് അതിനകത്ത് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് പാർലമെന്റിൽ കിടന്ന് കോൺഗ്രസ് മുഴുവൻ ഉറഞ്ഞുള്ളിട്ട് ഒന്നും സംഭവിച്ചില്ല ഇവിടെ. മനസ്സിലായില്ലേ? അവിടെ BJP കാണിക്കുന്ന വലിയ മനസ്സിനെ മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? ഇവരിതെല്ലാം പൗരത്വ ഭേദഗതിയിൽ എന്തു പറഞ്ഞുള്ളൂ, ഞാനും ഉൾപ്പെടെ. ഞാനൊക്കെ BJPയിലല്ല. അന്നൊക്കെ കിടന്ന് എതിർത്തുള്ളി വല്ല കാര്യം ഉണ്ടായോ? നോട്ട് തീരുമാനം പറഞ്ഞു ഇവർ കിടന്നുള്ളി വല്ല ഒന്നും ഉണ്ടായോ? BJP ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് BJP തീരുമാനിച്ചാൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഈ 1 India 1 ഇലക്ഷൻ നടപ്പിലാക്കണമെന്ന് BJP തീരുമാനിച്ചാൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും. FCRA അതുപോലെ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു കൺസേൺ ഉണ്ട്. ആദ്യമേ ചെന്നപ്പോൾ തന്നെ സെൻട്രൽ ലീഡർഷിപ്പ് പറഞ്ഞാണ് ഇതൊരു മതനിയമമല്ല, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു നിയമമാണ്. ആ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു നിയമത്തിൽ ഇത്തരത്തിൽ ഒരു കൺസേണിന്റെ ആവശ്യമില്ല. എന്നാൽ കൺസേൺ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.